മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഒന്നിച്ച് മരിക്കാൻ വിളിച്ചു വരുത്തി തന്ത്രപരമായി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സുഹൃത്ത് വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മാസം 24-നാണ് യുവതിയെ എലത്തൂരിലെ വർക്ക്ഷോപ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് ഒരു ആത്മഹത്യ എന്ന രീതിയിലാണ് തുടക്കത്തിൽ കരുതിയത്, പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ കൊലപാതകമെന്ന് പോലീസ് ഈ യുവതിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? ടോം, അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ക്രൂരമായ ഒരു കൊലപാതകമാണ് ഏലത്തൂരിൽ നടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ആത്മഹത്യ എന്ന രീതിയിലാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത്. ഈ പിടിയിലായിരിക്കുന്ന പ്രതി വൈശാഖിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു വർക്ക്ഷോപ്പ്, അവിടെ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. യുവതി അവിടെ എത്തിയപ്പോൾ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വൈശാഖൻ നാട്ടുകാരുടെ അടക്കം പറഞ്ഞിരുന്നത്. പിന്നീട് പോലീസ് എത്തുകയും പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തു. ഒരു ആത്മഹത്യ എന്ന രീതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ചില സൂചനകൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. അതായത് ഒരു സാധാരണ ഒരു തൂങ്ങിമരണം, ഒരാൾ തനിച്ച് തൂങ്ങി മരിച്ചതിൻ്റെതായ ലക്ഷണങ്ങളല്ല ഈ ശരീരത്ത് പ്രകടമായിരുന്നത്. കഴുത്ത് ഞെരിച്ച പാടുകൾ, അതിൻ്റെ ചില തെളിവുകൾ ലഭിച്ചു. അതായത് ഈ തൂങ്ങുന്നതിനപ്പുറം മറ്റ് ചില തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണ് ഉണ്ടായത്. ഒപ്പം ഈ ശരീരത്തിലുമൊക്കെ അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ സംഭവം ആദ്യം കണ്ടയാളെന്ന രീതിയിലും ഒപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ ഉടമയുമായ വൈശാഖിനെ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് വിധേയമാക്കിയത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു പീഡനത്തിൻ്റെയും ഒരു കൊലപാതകത്തിൻ്റെയും ചുരുളുകൾ അഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഇരുവരും അവിടെ എത്തുന്നതിൻ്റെയും ഇരുവരും തമ്മിലുള്ള ചില സംഭാഷണത്തിൻ്റെയും ഒക്കെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. എന്തായാലും സംഭവിച്ച കാര്യം ഇങ്ങനെയാണ്. ഈ മരിച്ച യുവതിയും വൈശാഖനുമായും കുറച്ച് വർഷങ്ങളായി അടുത്ത ബന്ധം പുലർത്തി വരികയായിരുന്നു. അതായത് 16 വയസ്സ് മുതൽ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ആ സമയം മുതൽ ലൈംഗികമായി ഈ യുവതിയെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നാൽ ഭാര്യ ഉള്ള ആളാണ്, കുട്ടിയും ഒക്കെ ഉണ്ടായി കുടുംബ സമേതം ജീവിക്കുന്ന ഒരാളാണ് വൈശാഖൻ. ഇത്തരം കാര്യങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ യുവതിക്ക് ഈ വൈശാഖനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം മറ്റു ചില സ്ത്രീകളുമായി വൈശാഖന് അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇതോടുകൂടി ഈ തൻ്റെ ആവശ്യത്തിൽ ഈ യുവതി ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇരുവരും തമ്മിൽ അടുത്തിടപഴകുന്ന ദൃശ്യങ്ങളൊക്കെ അടക്കം ഈ വൈശാഖൻ്റെ കുടുംബത്തെ കാണിക്കും, അല്ലെങ്കിൽ പുറംലോകത്തോട് പറയും എന്നിങ്ങനെയൊക്കെ പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് വൈശാഖൻ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. കാരണം ഇക്കാര്യങ്ങൾ പുറംലോകം അറിഞ്ഞാൽ അത് വലിയ കുഴപ്പമായി മാറും, കുടുംബം തന്നെ ഉപേക്ഷിച്ചു പോകും എന്നൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. അതോടുകൂടി ഒരു അടുപ്പം ഉണ്ടായിരുന്നത് ഏതാണ്ട് ക്രമേണ അകന്ന് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ സമയത്ത് വീണ്ടും അടുപ്പം ഭാവിച്ച് ഈ യുവതിയെ അടുത്തേക്ക് വരുത്തുകയായിരുന്നു. ഈ വർക്ക്ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞു. ഒന്നിച്ച് നമുക്ക് ജീവിക്കാൻ ഈ സമൂഹം നമ്മളെ അനുവദിക്കുന്നില്ല, നമ്മുടെ പ്രണയം പൂർണ്ണിയുന്ന ഒരു സാഹചര്യമില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മരണം തിരഞ്ഞെടുക്കാം എന്ന് വൈശാഖൻ യുവതിയോട് പറയുകയും ഈ യുവതി ആ വീട്ടിലേക്ക് വരികയുമായിരുന്നു. ആ വരുന്ന വഴിയിൽ തന്നെ ചില ഉറക്കഗുളികകൾ പോലുള്ള മയക്ക് മരുന്ന്, ഈ ഉറക്കഗുളിയൊക്കെ കയ്യിൽ കരുതിയിരുന്നു. അത് യുവതിക്ക് നൽകുകയും ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് യുവതിയെ തള്ളിവിടുകയുമാണ് വൈശാഖൻ ചെയ്തത്. ഇതിനുശേഷം രണ്ടുപേരും കുടുക്കുകളുണ്ടാക്കി തൂങ്ങാനായി നിന്നു. ഈ യുവതി കയറിൽ തല കുരുങ്ങിയപ്പോഴേക്കും താഴെ ഉണ്ടായിരുന്ന സ്റ്റൂള് പെട്ടെന്ന് തന്നെ വൈശാഖൻ മാറ്റുകയും യുവതി തൂങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനുശേഷവും യുവതി തല കഴുത്തിൽ മുറുക്കി കൊല്ലാനുള്ള അല്ലെങ്കിൽ മരണം ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ നടത്തി. ഒപ്പം ഈ ലൈംഗികമായി വീണ്ടും പീഡിപ്പിക്കാൻ മൃതദേഹത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന രീതിയിലുള്ള ചില വിവരങ്ങളുമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ നിന്നും അയാൾ പുറത്തിറങ്ങുകയും പിന്നീട് നാട്ടുകാരോട് ഈ യുവതി തൂങ്ങി മരിച്ചു എന്ന കാര്യം പറയുകയൊക്കെ ചെയ്തത്. പക്ഷേ പോലീസ് കൃത്യമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ഈ കുറ്റങ്ങൾ താൻ ചെയ്തു എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത് കേട്ടോ. യെസ്, മറ്റാരെങ്കിലും ഈ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അതോ ഈ പ്രതി ഇയാൾ തനിച്ചാണോ ഈ രീതിയിൽ ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ ഒന്നിച്ചു മരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് മരണത്തിലേക്ക് തള്ളിവിട്ടത്?
ടോം ഇയാൾ ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇതൊരു പോക്സോ കേസ് കൂടിയാണ്. അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ, കുറച്ച് സങ്കീർണമായ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട്. പക്ഷേ പോക്സോ കേസ് എന്ന നിലയിൽ ഈ ഇരയുടെ അല്ലെങ്കിൽ ഈ അതിക്രമത്തിന് വിധേയമായ യുവതിയുടെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബ പശ്ചാത്തലമോ ഇയാളുടെ അത്തരം കാര്യങ്ങൾ കൂടുതലായി വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ പോലീസ് കരുതുന്നത് ഇയാൾ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. കാരണം ഇയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടിയെ വലയിൽ വീഴ്ത്തുകയും അടുപ്പമുണ്ട് എന്ന വ്യാജേന അവരെ നിരന്തരമായി പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് ഈ കൊലക്കുറ്റം, മൃതദേഹത്തോട് അനാദരവ് കാട്ടൽ എന്നിവയ്ക്കൊക്കെ അപ്പുറം ഗൂഢാലോചനയും ഈ പോക്സോ കേസും ഈ കുറ്റകൃത്യത്തിൽ ചുമത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രതി തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ യുവതിയോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ ഒരു കുടുംബവും കുട്ടികളുമൊക്കെ ജീവിക്കുന്ന ആളാണ്. അതേസമയം തന്നെ അയാൾ പുറത്ത് മറ്റു സ്ത്രീകളുമായും വഴിവിട്ട ബന്ധം പുലർത്തിയിരുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഒപ്പം ഈ യുവതിയെ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പോലും കഴിയുന്നതല്ല ഇത്തരമൊരു ക്രൂരത. കാരണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഒരുമിച്ച് മരിക്കാം എന്ന വ്യാജേന രണ്ടുപേരും കഴുത്തിൽ കുരുക്ക് മുറുക്കുകയും അതിൽ യുവതിയെ മാത്രം മരണത്തിലേക്ക് തള്ളിവിടുക. നമുക്കറിയാം, ഈ കഴുത്തിൽ കുരുക്കൊക്കെ ഇട്ട് സ്റ്റൂളിൽ നിൽക്കുമ്പോൾ ആ സ്റ്റൂളൊന്ന് തട്ടിയാൽ പെട്ടെന്ന് കഴുത്ത് കുരുങ്ങി മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനുശേഷം വീണ്ടും കഴുത്തിൽ അമർത്തി മരിച്ചോ എന്ന് ഉറപ്പുവരുത്തുക, മൃതദേഹത്തോട് പോലും ലൈംഗികമായ അയാളുടെ ദ്രോഹം ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പോലും പറയുന്നത് പലപ്പോഴും അപൂർവമായ രീതിയിൽ ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പല രീതിയിലൊക്കെ അവർ ആ കേസുകളിലൊക്കെ പോകുമ്പോഴും ഇത്രയധികം ക്രൂരതയൊക്കെ ഒരു യുവതിയോട് അല്ലെങ്കിൽ ഒരു മൃതദേഹത്തോട് പോലും ചെയ്യുന്ന കേസുകൾ വളരെ അപൂർവമാണ് എന്ന് പറയുന്നു. എന്തായാലും സമാനതകളില്ലാത്ത ഒരു കൊലയാണ്, ഒരു വിശ്വാസവഞ്ചനയാണ്, ഒരു പീഡനമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ മരണമാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.